Hi students, good morning. It is Akonji Devagam. Take a silent prayer. Vegam. Right, വേഗം നോക്കി നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് Mendeleev's periodic table, Mendeleev's periodic law, the model proposed by Newland, what are its limitations. കുറേ കഥകൾ നമ്മൾ നിലവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കി വേഗം 1 minute maximum. Okay, right. അപ്പോൾ ഒന്ന് പറയാം മോനെ വിശാല എന്തായിരുന്നു ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്? Every eighth element has the same property of the first. Okay, എന്താണ് limitations of Newland model, Alia? It was applicable only for up to the calcium. He predicted that only 56 elements were to be. Okay. First, two elements placed in the same slot. No example, है ना? First, two elements were placed in the same slot. And example, है ना? Newland's model, two elements were placed in the same slot. And the example. Safil. Nickel and cobalt. Nickel and cobalt. Two different elements having different property in the same group. Two elements with a different property in the same group. An example is Faiz Shanu. Munira. Iron oxygen. Iron and oxygen. How many elements were there at the time of Newland, Fatima Rafiq? 56. Up to which element the properties were similar, Ananya? 56. Up to which element the properties were similar? What element were okay? Calcium. Calcium. Aflaha, what is Mendeleev's periodic law? That ന്യൂലാൻഡിന്റെ പോലത്തെ തന്നെ പിന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. What are the properties? Sorry, what define Mendeleev's periodic law? Define Mendeleev's periodic law. It is just like Newland's but he leaves space for Mendeleev's periodic law adalla. Minha, Mendeleev's periodic law. Law of octaves. Minha. Mendeleev's periodic law. In Mendeleev's periodic law, there is a column and a row, which is Mendeleev's periodic law. Kevin. The properties of elements are the periodic function of their atomic masses. The properties of elements are the periodic functions of their atomic masses. And apostrophe like we pratyeka note ചെയ്തു വെക്കാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിന്റ് ആണ്. Now, how many groups and periods are there in Mendeleev's periodic table? How many periods and groups are there? Fatima Parveen? 8. എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരീഡ് ഉണ്ട്? രണ്ട് സെപ്പറേറ്റ്. 8 എന്താ ഗ്രൂപ്പ് ആണോ പീരീഡ് ആണോ? അത് രണ്ടും 8 ആണോ? രണ്ടും 8 ആണോ? രണ്ടും 8 ആണോ അർഫാൻ?
അർഫാന്റെ വോയിസ് കേൾക്കുന്നില്ല. അർഫാൻ വോയിസ് കേൾക്കുന്നില്ല. നന്ദിത എത്ര ഗ്രൂപ്പ് എത്ര പീരീഡാ? നന്ദിത എത്ര ഗ്രൂപ്പ് ഉണ്ട് എത്ര പീരീഡ് ഉണ്ട് മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിൽ? 8 ഗ്രൂപ്പും 6 പീരീഡും. 8 groups and 6 periods are there. 8 groups and 6 periods. Okay, ശ്രദ്ധിച്ചോ കേട്ടോ. Now നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ദിവസം നോക്കിയുണ്ട്. അതുൽ ഖഹാർ, വിച്ച് ആർ ദ എലമെന്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ എലമെന്റ്സിന്റെ ഡിസ്കവറി ആണ് മെന്റലീവ് പ്രിഡിക്ട് ചെയ്തേ? ഏതാ ഓക്സിജന്റെ എലമെന്റ്സിനെ ഏതൊക്കെയാണ് മെന്റലീവ് പ്രിഡിക്ട് ചെയ്തത്? അബാന കേൾക്കുന്നില്ല. അബാന. ഹന്ന സാലിൽ. ഗലിയം, ജർമേനിയം, സ്കാൻഡിയം. ഗാലിയം, ജർമേനിയം ആൻഡ് സ്കാൻഡിയം. ഈ ഗാലിയത്തിന് ഇവൻ കൊടുത്ത പേരെന്തായിരുന്നു മെന്റലീവ്? ആസിയ? എക്കാലൂമിനിയം. ഓക്കെ, ബാക്കി രണ്ടെണ്ണത്തിന് എക്ക സിലിക്കൺ, എക്ക ബോറോൺ എന്നുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ശ്രദ്ധിച്ചു കേട്ടോ. നൗ നമ്മൾ ഇന്നലെ പറഞ്ഞ ഡിസ്കഷനിൽ തന്നെ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇത്തരം ഒരു പ്രഡിക്ഷൻ നടത്താൻ മെന്റലീവിനെ ഹെൽപ്പ് ചെയ്ത ഡേറ്റ, ഇങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്ക് മെന്റലീവ് എത്തിയതിന്റെ കാരണം ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിപ്പോ ഒരു മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? ശരിക്കും ആ പീരിയോഡിക് ടേബിൾ അല്ല മെന്റലീവ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. മെന്റലീവ് 1872 1872 പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അന്ന് അദ്ദേഹം ശരിക്കും ഒരു ജേണലിന് കേട്ടോ നിങ്ങൾ, JOURNAL, ജേണൽ പോട്ടെ, മാഗസിൻ കേട്ടിട്ടുണ്ടോ? മാഗസിൻ പല ടൈപ്പ് മാഗസിൻസ് നമുക്കറിയാം അല്ലെ? നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന മാഗസിൻ ഏതൊക്കെയൊന്നും പറയുമ്പോൾ ഫൈസാണോ മാഗസിന്റെ പേര് പറയടാ. വനിത. അടിപൊളി. വനിതയും ഗ്രഹലക്ഷ്മി അങ്ങനെ കുറെ സാധനങ്ങൾ മാഗസിൻ കാറ്റഗറിയിലുണ്ട്. ശരി, ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറെ മാഗസിൻസ് ഉണ്ട്. നമ്മുടെ കളിക്കുടുക്ക, ബാലരമ, ബാലമംഗളം, ബാലഭൂമി, അങ്ങനെ കുറെ സാധനം. ഓക്കെ, ചിരിക്കാൻ പറയല്ല, അടിപൊളിയാണ്. എന്താ കുഴപ്പം? ഇപ്പോഴും നല്ല രസമാണ് കളിക്കുടുക്കയിലെ മറ്റേ ഡോട്ടുള്ള സംഗതിയൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് പടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അതൊക്കെ നല്ല രസമുള്ള പരിപാടി. അല്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ നമ്മൾ വലിയ ആൾക്കാരെ, നമ്മൾ വളർന്ന വലിയ ആൾക്കാരെ ഇനി അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഒന്നുമില്ല കേട്ടോ. നല്ല രസമുള്ള പരിപാടിയാണ്. അതുപോലെ നല്ല നല്ല കഥകള് സംഗതികളൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ബാലമാസികകൾ പോലെ കുറെ സംഗതിയുണ്ട്. പായസ് പറഞ്ഞാൽ പായസിനൊക്കെ താല്പര്യമുള്ള വനിത പോലെ കുറെ മാസികകളുണ്ട്. വനിത, ഗ്രഹലക്ഷ്മി, അങ്ങനെ കുറെ മാഗസിൻ വേറൊരു സെക്ഷനിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് നമ്മളുടെ മാതൃഭൂമി യാത്ര, അതൊക്കെ നല്ല ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും നല്ല മാഗസിനാണ്. മാതൃഭൂമി യാത്ര എന്ന് പറഞ്ഞിട്ട് ട്രാവൽ ജേണലാണ്. യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ, പുതിയ 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 പ്ലേസുകൾ, പുതിയ ലൊക്കേഷൻസ്, അങ്ങോട്ടുള്ള ട്രാവൽ റൂട്ടുകൾ, അങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാഗസിനാണ്. അതുപോലെ മോട്ടോർ ജേണൽസ് ഉണ്ട്. പുതിയ പുതിയ കാറ്, ബൈക്ക്, അതിന്റെ അപ്ഡേഷൻസ്, അല്ലെങ്കിൽ അതിന്റെ പാർട്സ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഡേറ്റാസ് വരുന്ന മോട്ടോർ ജേണൽസ് ഉണ്ട്. അപ്പൊ ഓരോ ജേണൽസും അല്ലെങ്കിൽ ഓരോ മാഗസിൻസും ഏതെങ്കിലും ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ വെറുതെ മാഗസിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ പോലെയാ. മാഗസിൻ എന്ന് പറയുന്നതിന് നമുക്ക് സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫാമിലി റിലേറ്റഡ് ആയ കുറെ മാഗസിൻ, അതാണ് മാധ്യമം, കുടുംബം, ഈ പറഞ്ഞ വനിത, ഗ്രഹലക്ഷ്മി, അതൊക്കെ ആ കാറ്റഗറി പെടും. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളെ സംബന്ധിച്ച്, കിഡ്സിനെ സംബന്ധിച്ചുള്ള കുറെ സാധനങ്ങളുണ്ട്. ഈ പറഞ്ഞ ട്രാവൽ ഓറിയന്റഡ് ഉണ്ട്, ഫുഡ് ഓറിയന്റഡ് ഉണ്ട്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട മാഗസിൻസ് ഉണ്ട്, ജേണൽസ് ഉണ്ട്. ഓക്കെ, വെറൈറ്റി ഫുഡ്സ്, അതെവിടെയൊക്കെയാണ് കിട്ടുക, അതിന്റെ റെസിപ്പി എങ്ങനെയാണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാഗസിൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ജേണൽസ് ഉണ്ട്, ഫിസിക്സ് ജേണൽസ് ഉണ്ട്, കെമിസ്ട്രി ജേണൽസ് ഉണ്ട്, ബയോളജി ജേണൽസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ജേണൽസ് ഉണ്ട്. ഇങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട്. അത് കുറച്ചുകൂടി അക്കാഡമിക് പർപ്പസിന് ഉപയോഗിക്കുന്ന ജേണൽസ് ആണ്. ഓക്കെ, മറ്റേതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ കാറ്റഗറിക്കാണ് നമ്മൾ ഈ ജേണൽസ് പബ്ലിഷ് ചെയ്യുക. ഇപ്പൊ അക്കാഡമിക് ജേണൽസിൽ പെട്ടതാണ് മാത്തമാറ്റിക്സ് ജേണൽ, ഹിസ്റ്ററി ജേണൽ, ജോഗ്രഫി ജേണൽ, ബയോളജി ജേണൽ എന്നൊക്കെ പറയാം. ഈ ജേണൽസിലാണ് പുതിയ 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 കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പുതിയ 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 ചിന്തകളൊക്കെ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക
പബ്ലിഷ് ചെയ്യുക ഈ ജേർണൽസിലാണ്. ഓക്കെ, ഇപ്പോ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ നോബൽ പ്രൈസ് ഒക്കെ എല്ലാ കൊല്ലവും ഡിക്ലെയർ ചെയ്യും അല്ലെ. ഈ നോബൽ പ്രൈസ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് പല പല ഇപ്പോ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇപ്പോ ഫിനാൻസ് മേഖലയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ സയൻസ് ഫിസിക്സിന്റെ മേഖലയിൽ, അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ മേഖലയിൽ, ബയോളജിയുടെ മേഖലയിൽ വലിയ വലിയ കോൺട്രിബ്യൂഷൻസിനൊക്കെയാണ് നോബൽ പ്രൈസ് കൊടുക്കുക. ഇതെങ്ങനെ ഈ കോൺട്രിബ്യൂഷൻ കണ്ടെത്തുന്നത്? സയന്റിസ്റ്റുകൾ അവരുടെ ചിന്തകളും അവരുടെ ഒബ്സർവേഷൻസും ഒരു പേപ്പർ ആയിട്ട് ജേർണൽസിൽ പബ്ലിഷ് ചെയ്യും. നമ്മൾ അസൈൻമെന്റ് വെക്കൂലേ? നിങ്ങളുടെ അസൈൻമെന്റ് വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അസൈൻമെന്റ് വെക്കില്ല സ്കൂളിലൊക്കെ. നമ്മൾ അസൈൻമെന്റ് വെക്കുന്ന പരിപാടി എങ്ങനെയാ? ഒരു അസൈൻമെന്റ് ഇപ്പൊ ഒരു ടോപ്പിക്കിൽ അസൈൻമെന്റ് കൊടുക്കും. നമ്മൾ സാധാരണ എങ്ങനെ അസൈൻമെന്റ് വെക്കുമെന്ന് കേൾക്കട്ടെ. സത്യസന്ധമായി പറയണ്ടോ? ഒരു അസൈൻമെന്റ് ഒരു ടോപ്പിക് ടീച്ചർ തന്നു, എങ്ങനെയാണ് നമ്മൾ അസൈൻമെന്റ് സാധാരണ എഴുതി വെക്കുക? എവിടുന്നാണ് നമുക്ക് ഡേറ്റ കിട്ടുക? എവിടുന്നാണ് സഫീല ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. 2 ഓപ്ഷൻ സാധാരണ ഒന്ന് കേൾക്കട്ടെ. സ്വാഭാവികം, മിക്കവാറും നടക്കുന്ന ഒന്നാമത്തെ പണിയാ കൂട്ടുകാരൻ്റെ അടുത്ത് വയ്ക്കും. ഈ കൂട്ടുകാരനെ വന്ന സാധനം കിട്ടുന്ന അപ്പോ ഐഷ എന്നായിരുന്നു? ഞാൻ ചോദിച്ചു ഒരു അസൈൻമെന്റ് നമുക്ക് തന്നാൽ അത് എങ്ങനെയാണ് വെക്കുകയാണ്. അപ്പൊ സഫീൽ പറഞ്ഞ അസൈൻമെന്റ് കിട്ടിയാൽ നേരെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കും. അപ്പൊ അവൻ എഴുതിയിട്ടുണ്ടാവും, അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യും. സ്വാഭാവികം, അങ്ങനെയാണ് നടക്കാറുള്ളത്. ഈ കൂട്ടുകാരൻ്റെ സാധനം എവിടെ നിന്ന് കിട്ടുക? കേട്ടില്ല ഒന്നോടെ. ഗൂഗിളിൽ നോക്കും ഒന്ന്. പിന്നെ ആലിയ അടുത്തത് പെട്ടെന്ന് വല്ല ബുക്സിൽ നോക്കും. സാധാരണ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഒന്ന്, ആ ടോപ്പിക് അപ്പൊ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, കുറെ ഡേറ്റ കിട്ടും, നേരെ എഴുതി വെക്കും. 2, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയലൊക്കെ നോക്കുന്നതൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ എല്ലാം ഗൂഗിളാണ്, എല്ലാം വിരൽത്തുമ്പിലായതുകൊണ്ട് ഗൂഗിളിന്റെ പരിപാടിയാണ്. ടെക്സ്റ്റ് ബുക്ക് ഒന്നും റെഫർ ചെയ്യാൻ നിൽക്കാറില്ല. പിന്നെ കുറെ കൂടെ ഞങ്ങൾ ഡിഗ്രി ലെവലിലൊക്കെ ഞങ്ങൾ ചെയ്തൊരു പണിയുണ്ട്. കാരണം വർഷങ്ങളായിട്ട് കൊടുക്കുന്നത് ഒരേ അസൈൻമെന്റ് ആയിരിക്കും. അപ്പൊ ഇതിന് മുന്നത്തെ വർഷം എഴുതി ആരെങ്കിലൊക്കെ കയ്യിൽ തപ്പിപ്പിടിച്ചെടുക്കും, എന്നിട്ട് നേരെ പേസ്റ്റ് ചെയ്യും. അപ്പൊ എന്നാന്നറിയോ, വളരെ എളുപ്പ, നേരെ കോപ്പി ചെയ്താൽ മതി. മറ്റേന്ന് പറഞ്ഞാൽ ഈ ഗൂഗിളിൽ നിന്ന് കിട്ടുമ്പോൾ ഒന്ന് ഡേറ്റ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി മറിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇതൊരു പ്രശ്നമില്ല. നേരെ ഒരു പേപ്പർ ഇപ്പോൾ എടുത്ത് വെച്ചു, കോപ്പി ഇവിടെ എടുത്ത് വെച്ചു, നേരെ പകർത്താം. വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മൾക്ക് അല്ലെങ്കിൽ നോർമലി നമ്മളുടെ അക്കാഡമിക് സെക്ടേഴ്സിൽ സംഭവിക്കുന്ന അസൈൻമെന്റ്സ് ഈ രീതിയിലാണ്. ഈ അസൈൻമെന്റ് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യും? അവരുടെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് റിസർച്ച്. അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് അവരുടെ തോട്ട്സും അവരുടെ ഒബ്സർവേഷൻസും അവരുടെ കൺക്ലൂഷൻസും ഒരു പേപ്പർ പോലെ അവർ എഴുതും. ഓക്കെ, PhD ഒക്കെ ഉണ്ട് റിസർച്ച് പേപ്പർ എന്ന് പറഞ്ഞിട്ട്. ഈ പേപ്പറാണ് എന്ത് ചെയ്യുക? ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുക. അങ്ങനെ 1872 മെന്റലീവ് ഒരു ജർമ്മൻ ജേർണലിൽ, സയൻസുമായി ബന്ധപ്പെട്ട ഒരു ജർമ്മൻ മാഗസിനിൽ ഒരു ജേർണൽ ഒരു പബ്ലിഷിംഗ് നടത്തി. അതായിരുന്നു അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ. ആ പീരിയോഡിക് ടേബിളിന്റെ കോലം ഇങ്ങനെയാണ് കേട്ടോ. ഇതായിരുന്നു ആ പീരിയോഡിക് ടേബിൾ. ഓൾമോസ്റ്റ് ഇങ്ങനെയായിരുന്നു അദ്ദേഹം പബ്ലിഷ് ചെയ്ത പീരിയോഡിക് ടേബിൾ. ഈ ടേബിൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ടേബിളിൽ നിന്ന് എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പേജ് നമ്പർ 83 ടേബിളും ഈ ടേബിളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിലുള്ള പല ആൾക്കാരും ഇതിനകത്ത് മിസ്സിംഗ് ആണ്. പ്രത്യേകിച്ച് പല ആൾക്കാരും ഇതിൽ മിസ്സിംഗ് ആണ്. എക്സാമ്പിൾ ആകുമ്പോൾ നിങ്ങൾ നോക്കി, ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, നിങ്ങൾ തന്നെ നോക്കിയിട്ട് ആരൊക്കെ മിസ്സിംഗ് എന്ന് കണ്ടെത്താൻ പറ്റണമെന്ന് നോക്കി. ഓരോ കോളം വെച്ച് നോക്കിയാൽ അപ്പോൾ എളുപ്പമുണ്ടാവും. ഓരോ കോളം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരൊക്കെയാണ് മിസ്സിംഗ് എന്ന്. പെട്ടെന്ന് നോക്കട്ടോ. ഓരോ കോളംസ് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ കോളം നോക്കുക, ബോർഡിലെ കോളം നോക്കുക. എന്നിട്ട് ആരാണ് മിസ്സിംഗ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ശ്രദ്ധിച്ചു വേഗം. 30 സെക്കൻഡ്സോടെ മാക്സിമം. ഒരു 3-4 പേരൊക്കെ ഐഡന്റിഫൈ ചെയ്താൽ മതി. ബാക്കിയൊന്നും കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ആളുടെ പേരറിയില്ലെങ്കിൽ സിമ്പിൾ കിട്ടിയാൽ മതി. ആളുടെ പേരറിയില്ലെങ്കിൽ സിമ്പിൾ എങ്കിലും കിട്ടിയാൽ മതി. ഓക്കെ, റൈറ്റ്. ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. സുലൈമ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇതിനകത്ത് മിസ്സിംഗ് ആയ ഒരാളുടെ.
സ്കാൻഡിയം, അലൂമിനിയത്തിന് താഴെ സ്കാൻഡിയം എന്നൊരാളുണ്ടായിരുന്നു, അത് മിസ്സിംഗ് ആണ്. കറക്റ്റ്. പിന്നെ വേറെ ഒരെണ്ണം പറയാകട്ടെ മുനീറ, അനദർ വൺ. YIN. ആരാ? സിമ്പിൾ പറഞ്ഞാൽ മതി, സിമ്പിൾ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. കെയോ? എനിക്ക് ക്ലിയർ ആയില്ല. TS എവിടെ കിടക്കുന്ന? ആരുടെ ഏത് പോർഷനിലെ TS? CS. ഓക്കെ. ഗോൾഡിന് മുമ്പ് ഒരു CS ഉണ്ട്. കറക്റ്റ്. CS മിസ്സിംഗ് ആണ്. ശരി. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സ്കാൻഡിയത്തിന്റെ പോർഷനിൽ ഒന്ന് നോക്കി, അവിടെ ആരെങ്കിലും മിസ്സിംഗ് ആയി കിടപ്പുണ്ടോന്ന് ഉണ്ടോ അബാന? നമ്മൾ നോക്കുമ്പോ സ്കാൻഡിയത്തിന്റെ ആ പോർഷനിൽ GA, ഗാലിയം എന്നുള്ള എലമെന്റ് മിസ്സിംഗ് ആണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ, ഈ TIയുടെ തൊട്ട് താഴെ നമുക്ക് ജെർമേനിയം, അവൻ മിസ്സിംഗ് ആണ് അല്ലെ? മെന്റലീവ് ടേബിൾ പ്രപ്പോസ് ചെയ്തപ്പോഴല്ലോ ഇതുപോലെ മെന്റലീവ് ഗ്യാപ്പ് ഇട്ടു. ഇതാണ് ആ വൈറ്റ് സ്പോട്ട് കാണുന്നത്, മെന്റലീവ് ഇട്ട ഗ്യാപ്പാണ്. ഹി ലെഫ്റ്റ് സ്പേസ് ഇൻ ഹിസ് പീരിയോഡിക് ടേബിൾ. അങ്ങനെ സ്പേസ് ലീവ് ചെയ്യാൻ അദ്ദേഹത്തിന് ഐഡിയ കിട്ടിയത്, അതാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. എവിടെ നിന്നാണ് ഈ ബുദ്ധി കിട്ടിയത്? ഇപ്പൊ ഐസക് ന്യൂട്ടൺ എങ്ങനെയാണ് നമ്മളുടെ ഗ്രാവിറ്റി എന്നുള്ള സാധനം കണ്ടുപിടിച്ചത്? എങ്ങനെയാണ്? ഉറക്കത്തിൽ കണ്ടപ്പോൾ നേരെ ഗ്രാവിറ്റി കണ്ടുപിടിക്കുകയാണോ ചെയ്തത്? ഗ്രാവിറ്റി എന്നുള്ള ഐഡിയ ഐസക് ന്യൂട്ടൺ എവിടെ നിന്നാണ് കിട്ടിയ ഫാത്തിമ റഫീഖ്? ആപ്പിൾ നേരെ ചാടിയപ്പോഴാണ്. അതുപോലെ നമുക്കറിയാം ആർക്കിമിഡീസ് നമ്മളുടെ എന്താ പറയാ ബോയൻസി പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചത് ഇല്ല, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ 8 9 പഠിച്ചിട്ടുണ്ടാവും. ബോയൻസി പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? അതായത് വെള്ളം ഓവർഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് ഒരു വെയിറ്റ് ചാടി കഴിയുമ്പോൾ വാട്ടർ പുറത്തേക്ക് ഒഴുകുന്നൊക്കെ കണ്ടുപിടിച്ച ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഉണ്ട്. എങ്ങനെയാണ്? ബാത്ത് ടബിലേക്ക് എടുത്ത് ചാടിയപ്പോ വെള്ളം പുറത്തേക്ക് ഒഴുകി, എന്റെ ബാത്റൂമിൽ നേരെ ഇറങ്ങി ഓടി എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? യുറേക്ക എന്നും പറഞ്ഞുകൊണ്ട് അല്ലേ? അപ്പൊ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ചില സ്പാർക്കുകളാണ് എന്ത് ചെയ്യുക, ഒരു പുതിയ തിയറി അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷനിലേക്ക് ലീഡ് ചെയ്യാം. ഇവിടെയും സംഭവം അങ്ങനെ തന്നെയാണ്. കാരണം നോക്കോട്ടോ, ഇപ്പൊ ഈ കാണുന്നതൊക്കെ മെന്റലീവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എലമെന്റ്സ് ആണ്. ഓക്കെ, അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന എലമെന്റ്സ് ആണ്. അദ്ദേഹം ഈ എലമെന്റ്സിനെ ഒബ്സർവ് ചെയ്തു. അപ്പോ ശ്രദ്ധിച്ചിരുന്നോ, ഹൈഡ്രജന്റെ ഈ എല്ലാവരുടെയും മാസ് അവരുടെ പേരിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അറ്റോമിക് മാസ്. നിങ്ങൾ ബോർഡിൽ നോക്കിയാൽ മതിയേ. ഹൈഡ്രജന്റെ മാസ് 1 ആണ്. 6, 9, 10, 12, 14, 16, 19 ഇങ്ങനെ പോവാണ്. ഓക്കെ, അങ്ങനെ മാസം പോവാം. അപ്പൊ 23, 24, 27, 28, 31, 32, 35 എന്നൊക്കെ പറഞ്ഞ് പോവാണ്. 39, 40 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആള് കിടക്കുന്നത് 47 ആണ്. 40 കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുന്നത് 47.9. അപ്പൊ നിയർലി ഒരു 48. ഓക്കെ, 40 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മാസം എടുക്കുന്നത് 48. ആദ്യം തൊട്ടേ നോക്കി വന്നപ്പോ ഉണ്ടല്ലോ, ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ മാക്സിമം ഒരു മാസിന്റെ ഡിഫറൻസ് ഒരു 3 വരെ വന്നിട്ടുള്ളൂ. ശരിയല്ലേ? ഒരു 2, 3ന്റെ ഒക്കെ വ്യത്യാസമാണ് വന്നിട്ടില്ല. മാക്സിമം ഒരു 4ന്റെ ഒക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനേക്കാൾ വലിയൊരു ഡിഫറൻസ് വന്നിട്ടില്ല. പക്ഷേ when we reach the calcium, the next element has a mass difference of 8 ഗ്രാമിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ മെന്റലീവ് പറഞ്ഞു, ഈ 2 പേർക്ക് ഇടയിൽ മാസ് ഉള്ള ഏതോ ഒരാൾ മിസ്സിംഗ് ആണ്. അവനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, പക്ഷെ ഭാവിയിൽ അവനെ കണ്ടെത്തും. അങ്ങനെ ഭാവിയിൽ കണ്ടെത്തുമ്പോൾ അവനെ നിങ്ങൾ ഇവിടെ വെക്കണം. ആൻഡ് ഹി കോൾഡ് ഇറ്റ് ആസ് എക്ക അലൂമിനിയം. ഇതാണ് അദ്ദേഹം ചെയ്ത പണി. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഉറക്കത്തിൽ കണ്ടപ്പോൾ എക്ക അലൂമിനിയം, എക്ക സിലിക്കൺ, എക്ക ബോറോൺ എന്ന് പറഞ്ഞ് എനിക്കുമല്ല ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിന് ഈ കൺക്ലൂഷനിലേക്ക് ലീഡ് ചെയ്ത ഐഡിയ. ഇതുപോലെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ 65 75 കിടക്കുന്നു. അപ്പൊ അതിനിടയിൽ ആരൊക്കെയോ വരാനുണ്ട്. ഇങ്ങനെ ഇതാണ് അദ്ദേഹത്തിന് ആ ഐഡിയ കൊടുത്തത്, ഈ ഒബ്സർവേഷൻ. Since there is a large difference between atomic mass of 2 nearby atoms, he said that certain elements will be discovered between them and they should be placed in such and such places. എന്ന് അദ്ദേഹം ഡിസൈഡ് ചെയ്തു. ഭാവിയിൽ അവരെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ കയറ്റി വെക്കുകയും ചെയ്തു. അതാണ് നമ്മളുടെ ടേബിളിൽ കാണുന്നത്. കണ്ടോ, കാൽഷ്യത്തിനും ടൈറ്റാനിയത്തിനും ഇടയ്ക്ക് 44.96 മാസുള്ള സ്കാൻഡിയത്തിനെ കണ്ടെത്തി. പിടിയോ? അങ്ങനെയാണ് അവിടെ ആളെ കയറ്റി വെച്ചത് കേട്ടോ. ഇതായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ച ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാൻ. എടുത്തോ പേജ് നമ്പർ 84.
അപ്പോൾ പേജ് നമ്പർ 84 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് എന്താണ് എക്ക അലൂമിനിയം, ഗാലിയം എന്താണ്, എക്ക സിലിക്കൺ, എക്ക ബോറോൺ, അവിടെ സ്കാൻഡിയം, ജെർമേനിയം പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇന്നലെ ഡിസ്കഷനിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണോ. ഇനി താഴേക്ക് വീണ്ടും പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ടേബിളിനുള്ള വേറെ കുറച്ച് അഡ്വാൻറ്റേജസ്. നോക്കി, അതിൽ ഒന്നാമതായി വരുന്ന മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇദ്ദേഹം നോബിൾ ഗ്യാസസ് എന്ന് പറയുന്ന കാറ്റഗറി. ഇപ്പൊ നിങ്ങൾ നമ്മുടെ ടേബിൾ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ ടേബിളിൽ നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പോലും നിലവിലുള്ള മെന്റലിന്റെ ടേബിളിലില്ല. മീൻസ് ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ നോക്കിയാൽ മതി, ബോർഡിലല്ല, ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിലേക്ക് നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ നമുക്ക് റോയിങ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മളുടെ നോബിൾ ഗ്യാസ് വന്നിട്ടില്ല. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനൻ, റാഡൻ ഇവർ ഒന്നും വന്നിട്ടില്ല. ശരിയല്ലേ? അതായത് മെന്റലീവിന്റെ പീരീഡിൽ മെന്റലീവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവരൊന്നും കണ്ടെത്തിയിട്ടില്ല. മെന്റലീവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ നോബൽ ഗ്യാസിനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്കാം. മെന്റലീവിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു ചിന്തിച്ച് അതിന്റെ ഐഡിയ കിട്ടും. മെന്റലീവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ എലമെന്റ്സിനൊന്നും കണ്ടെത്തിയിട്ടില്ല. വൈ? ഓട്ടെ, മെന്റലീവിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് എന്തായിരുന്നു കെവിനെ? അറ്റോമിക് മാസ്. അത് മാത്രമല്ലല്ലോ, നമ്മൾ ഇന്നലെ കുറെ കാർഡ് കൂടെ ഇങ്ങനെ എഴുതി വെച്ചു എന്നൊക്കെ പറയല്ലേ. ഹൈഡ്രേറ്റ്സ്, ഓക്സൈഡ്സും ഫോം ചെയ്യും. ഹൈഡ്രേറ്റ്സിന്റെ ഓക്സൈഡ്സിന്റെ ഫോർമുല, ഓരോ എലമെന്റും ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എങ്ങനെ അതിന്റെ ഫോർമുല, ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്ന എങ്ങനെ അതിന്റെ ഫോർമുല. ഇതായിരുന്നു ക്ലാസിഫിക്കേഷൻ ബേസ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസ് ഇദ്ദേഹത്തിന്റെ ടേബിളിൽ വരാനത്. എനിവൺ ചുമ്മാ പറഞ്ഞു നോക്ക്, തെറ്റിക്കോട്ടെ. അബ്സല്യൂട്ട്ലി നോബിൾ ഗ്യാസ് റിയാക്ട് ചെയ്യില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, കാർഡിലൂടെ എഴുതി വെച്ചെന്താ, ഓരോ കാർഡിലും എഴുതി വെച്ചത് ഈ എലമെന്റ് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോഴുള്ള ഫോർമുല, ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുമ്പോഴുള്ള ഫോർമുല, അത് വെച്ചിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, പക്ഷെ നോബിൾ ഗ്യാസ് ഓക്സിജനുമായി റിയാക്ട് ചെയ്യില്ല, നോബിൾ ഗ്യാസ് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യില്ല. ദേ ആർ വെരി ലിറ്റിൽ റിയാക്റ്റീവ്, തീരെ റിയാക്ട് ചെയ്യാത്ത ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് നോബിൾ ഗ്യാസ് അദ്ദേഹത്തിന്റെ ടേബിളിൽ വരാതിരുന്നത്. പക്ഷെ പിന്നീട് ഭാവിയിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം നോബിൾ ഗ്യാസിനെ കണ്ടെത്തി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ പറഞ്ഞ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്ന ആളെ കണ്ടെത്തി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഈ ന്യൂലാൻഡിന്റെ ടേബിളിന്റെ പ്രശ്നം നോബിൾ ഗ്യാസിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോ അതിനെ കൃത്യമായി പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് അദ്ദേഹത്തിന്റെ ടേബിളിൽ ഉണ്ടായില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ടേബിളിലെ പ്രശ്നം. പക്ഷെ മെന്റലീവിന്റെ ടേബിളിൽ കൃത്യമായിട്ട് നോബിൾ ഗ്യാസിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിക്കോ. ഇതായിരുന്നു മെന്റലീവ് പ്രപ്പോസ് ചെയ്ത ടേബിൾ, ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ. ഓക്കെ, ഈ ടേബിളിൽ പുതിയതായി കണ്ടെത്തിയ നോബിൾ ഗ്യാസിനെ വെക്കാൻ ഇത് ഇത്രയും ചെയ്താൽ മതി. ഇതിന്റെ തൊട്ടിപ്പുറേ 2 ഓപ്ഷനുണ്ട്. തൊട്ടിപ്പുറ പുതിയൊരു കോളം വരയ്ക്കുക. ഇങ്ങനൊരു കോളം നമ്മൾ വരച്ചാൽ ഈ പുതിയ കോളത്തിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നോബിൾ ഗ്യാസിനെ പ്ലേസ് ചെയ്യാം. ബാക്കി ആരെയും അതെന്ത് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യില്ല. ഇവിടെ എവിടെയാ ബാക്കി ആരെയും അഫക്റ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഈവൻ ദോ നോബിൾ ഗ്യാസസ് were discovered later, they can be placed in Mendeleev's periodic table without affecting the original arrangement. നിലവിൽ ചെയ്തു വെച്ച അറേഞ്ച്മെന്റിന് ഒരു പ്രശ്നവും ഉണ്ടാവാതെ നമുക്ക് പുതിയ ആൾക്കാരെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് മെന്റലീവിന്റെ പീരിയഡ് ടേബിളിന്റെ വളരെ വലിയ അച്ചീവ്മെന്റ് ആണ് കേട്ടോ. താഴേക്ക് നമ്മൾ പറയും. നോക്കി, ആലിയ വായിച്ച് ടേബിൾ 5.5 താഴെ. This provided convincing evidence for both the correctness and usefulness of Mendeleev's periodic table. Further, it was the extraordinary success of Mendeleev's prediction that led chemists not only to accept his periodic table, but also recognize him as the originator of the concept on which it is based. Noble gases like helium, neon, and argon have been mentioned in many a context before this. These gases were discovered very late because they were very inert and present in extremely low concentration in our atmosphere. One of the strengths of Mendeleev's periodic table was that when these gases were discovered, they could be placed in a new group without disturbing the existing order. അതാണ് നോബിൾ ഗ്യാസിനെ പിന്നീട് കണ്ടെത്തി കഴിഞ്ഞപ്പോ നിലവിലുള്ള ഒരാളെയും അല്ലെങ്കിൽ നിലവിലുള്ള ഓർഡറിനെ ഒന്നും ബാധിക്കാതെ പുതിയൊരു ഗ്രൂപ്പായിട്ട് അവനെ സെറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മെന്റലീവിന്റെ ടേബിളിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, അനദർ മെയിൻ അച്ചീവ്മെന്റ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളത് ചോദിക്കേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കാം.
ഇപ്പോൾ നമ്മൾ ന്യൂലാൻഡിന്റെ ടേബിൾ എടുക്കുക. നമ്മൾ പഠിച്ച ന്യൂലാൻഡിന്റെ ടേബിൾ ഉണ്ടല്ലോ, ന്യൂലാൻഡ് കണ്ടുപിടിച്ച ടേബിൾ. ന്യൂലാൻഡ് ടേബിളിൽ നമുക്ക് ഇങ്ങനെ പുതിയൊരു കോളമായിട്ട് വെച്ചാൽ എന്താണ് കുഴപ്പം? ഇപ്പൊ ന്യൂലാൻഡ് ടേബിൾ ഇതാണ് നമ്മൾ പഠിച്ച ന്യൂലാൻഡിന്റെ ടേബിൾ. ഇതുപോലെ തന്നെ നമ്മൾ മെന്റലീവിന്റെ പോലെ തന്നെ ഇങ്ങനെ. ഓക്കെ, അതിന്റെ ചെറിയൊരു പോർഷൻ ആട്ടോ ന്യൂലാൻഡ് ടേബിളിന്റെ ഈ ടേബിളോട് പോയി ആവിലുണ്ട്. ന്യൂലാൻഡ് ടേബിളിന്റെ ചെറിയൊരു പോർഷൻ. അപ്പൊ ഇവിടെ നമ്മൾ മെന്റലീവിന്റെ ടേബിളിൽ പറഞ്ഞതുപോലെ ഒരു പുതിയ ബോക്സ് ഇങ്ങനെ വരച്ചാൽ എന്താണ് പ്രശ്നം? ഇങ്ങനെ ഒരു പുതിയ ബോക്സിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ബോക്സ് വരയ്ക്കാന്ന് പറഞ്ഞതുപോലെ ഒരു പുതിയ ബോക്സ് വരച്ച് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ വരച്ചാൽ എന്താണ് കുഴപ്പം? എനിവൺ? സാർ ന്യൂലാൻഡ് പറഞ്ഞില്ല ഇനി ഒന്നും കണ്ടുപിടിക്കില്ലെന്ന്. അത് കറക്റ്റ് ആണ്. 56 പേരേ ഉള്ളൂ, ഇനി ഭാവിയിൽ കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞു. ഇനി സപ്പോസ് ഭാവിയിൽ കണ്ടുപിടിച്ചാൽ നമ്മൾ ഇങ്ങനെ പുതിയൊരു ബോക്സ് വരച്ചു, അങ്ങനെ പുതിയ ബോക്സ് വരച്ച് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാവിയിൽ കണ്ടുപിടിച്ചു, അപ്പൊ ഇങ്ങനെ പുതിയൊരു ബോക്സ് വരച്ച് വെച്ചാൽ ന്യൂലാൻഡ് പറഞ്ഞ 56 പേര് എന്നുള്ള ഒരു സംഗതി വയലേറ്റ് ചെയ്യും തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അബ്സല്യൂട്ട്ലി, അവിടെയാണ് പ്രശ്നം. അങ്ങനെ പുതിയൊരു കോളം നമ്മൾ വരച്ചാൽ അത് ലോ ഓഫ് ഒക്ടേവ്സിനെ ബാധിക്കും. കാരണം പുതിയൊരു കോളം വരുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, ഒന്നാമത്തേന്റെ അതേ സ്വഭാവം എട്ടാമത്തെ ആൾക്ക് വന്നല്ലേ. പുതിയൊരു കോളം വരുമ്പോൾ എന്താ പറ്റുക? 8 എന്നുള്ള നമ്പർ പൊളിയും. ഇപ്പൊ ഇവിടെ 1 2 3 4 5 6 7 8 ഇവൻ റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ പുതിയൊരു എലമെന്റ് വരുമ്പോൾ എന്ത് പറ്റും? എട്ടാമത്തെ അളവനായി പോകും. മനസ്സിലായോ? അതുകൊണ്ട് ന്യൂലാൻഡ് ടേബിളിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് പൊളിച്ചോണ്ടൊരു സംഭവം ഒന്നും നടക്കൂല. അതുകൊണ്ട് നമ്മുടെ സെന്റൻസിൽ ലാസ്റ്റ് എന്താ പറയുന്നത് നോക്കി, one of the strength of Mendeleev periodic table was that when the gases were discovered, they could be placed in a new group without disturbing the existing order. നിലവിലുള്ള സംഗതികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പുതിയ ആൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല. ഇവൻ നമ്മൾ പുതിയ ബോക്സ് ആയിട്ട് കൊണ്ടുപോയി വരച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഓർഡർ പൊളിഞ്ഞു പോകും, ലോ ഓഫ് ഒക്ടേവ്സ് പൊളിഞ്ഞു പോകും. റെഡിയോ? അതുകൊണ്ട് ന്യൂലാൻഡ് ലോ പോസിബിൾ അല്ല, പോസിബിൾ. വായിച്ചു നോക്കി. പിന്നെ നമുക്ക് അച്ചീവ്മെന്റ്സ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഓർഡർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ഡാറ്റ ആയി കിടക്കുന്നത് ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു മിക്സ്ഡ് അപ്പ് ആയിട്ട് പാസേജിൽ ഇങ്ങനെ കിടക്കുന്നു. നമുക്കതൊന്ന് കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഫസ്റ്റ് പാസേജിൽ വായിച്ചു നോക്കി. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും വേഗം. എന്നിട്ട് വേണം നമുക്ക് അതിന്റെ അച്ചീവ്മെന്റ്സ് പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്യാം. സ്പീഡാവട്ടെ. പാസേജ് വായിച്ചു നോക്കാം. സെപ്പറേറ്റ് തന്നെ നമുക്ക് നോട്ട് ചെയ്യാം കേട്ടോ, അച്ചീവ്മെന്റ്സ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്. സ്പീഡാവട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സെന്റൻസ് കൃത്യമായി വായിക്കുക. എവിടെയെങ്കിലും ക്ലാരിറ്റി കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നിങ്ങളുടെ ടേം 2 എക്സാമും ഏത് കോലത്തിലായിരിക്കുന്നു നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇപ്പോഴത്തെ കാര്യം 1 മാസം മുമ്പ് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഡിസ്ക്രിപ്റ്റീവായി തന്നെ നടക്കുന്നുള്ളത്. പക്ഷെ വീണ്ടും ഈ പറഞ്ഞ എന്താ പറയുക നിയന്ത്രണങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു, ഒമിക്രോണൊക്കെ വരുന്നത് കൊണ്ട് എങ്ങനെയായിരിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഡൽഹിയിലൊക്കെ സ്കൂളുകളൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തു. ഡൽഹിയിലൊന്നും ഇപ്പൊ ക്ലാസ് ഇല്ല, സ്കൂളും കോളേജൊക്കെ ഷട്ട് ഡൗൺ ചെയ്തു. അപ്പൊ നമ്മുടെ ഓൾ ഇന്ത്യ സിലബസ് ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരും. ചിലപ്പോൾ വീണ്ടും MCQ മോഡൽ ആയേക്കാം, ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവായി തന്നെ നടന്നേക്കാം, ചിലപ്പോൾ ഇനി നടന്നില്ല എന്ന് വരും. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു പോകാന്നുള്ളത് നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. ഏത് ടൈപ്പ് എക്സാം ആണെങ്കിലും അതിനെ അറ്റൻഡ് ചെയ്യാൻ പാകത്തിന് നമുക്ക് പഠിക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അച്ചീവ്മെന്റ്സ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മെന്റലീവ്സ് ക്ലാസിഫിക്കേഷൻ. അച്ചീവ്മെന്റ്സ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മെന്റലീവ്സ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത് he kept some blank space
he kept some blank space in the periodic table. He kept some blank space in the periodic table for the elements that were not discovered at that time. He left some space for the elements that were not discovered at that time. എഴുതാം. Okay. Second point. He predicted the discovery of certain elements and also their properties. Okay, the predicted element Eka aluminum, later called as gallium. Note this also. Predicted element എന്ന് പറയുന്നത് മെന്റലി അതിന് കൊടുത്ത പേര് എക്ക അലൂമിനിയം എന്നാണ്. ലേറ്റർ അതിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അതിന് കൊടുത്ത നെയിം ഗാലിയം എന്നാണ്. Now that element is known as gallium. മെന്റലി മെയിൻ ആയിട്ട് ലെഫ്റ്റ് സ്പേസ് ലെഫ്റ്റ് ചെയ്തത് എക്ക അലൂമിനിയം, എക്ക സിലിക്കൺ, എക്ക ബോറോൺ തുടങ്ങിയ ആളുകൾക്കാണ്. നെയിമൊക്കെ നോട്ട് ചെയ്യുന്നത് നല്ലതാണോ? മൂന്നാമത്തെ അച്ചീവ്മെന്റ് Mendeleev's periodic table could accommodate noble gases when they discovered without disturbing existing order. ഓക്കെ, 3 പോയിന്റ് മതി. നാലാമതൊരു പോയിന്റോ 2 വേണമെന്നില്ല. മറ്റൊരു മെയിൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രൈറ്റ്സിന്റെയും ഓക്സൈഡ്സിന്റെയും ഫോർമുല അദ്ദേഹം കൃത്യം കണ്ടെത്തി എന്നുള്ളതും ഒരു അച്ചീവ്മെന്റ് ആണ്. വേണമെന്നില്ലേ 3 പോയിന്റ് ആയാലും മതി. ഓക്കെ, വായിച്ചു നോക്കിയ വേഗം. എല്ലാം ക്ലാരിഫിക്കേഷൻ വേണം, പെട്ടെന്നാവട്ടെ, നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയണം. Speed 30 seconds maximum. Maji? ഓക്കെ, ബാക്കി പറഞ്ഞോട്ടെ, ചേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരെ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് മെന്റലീവിന്റെ ടേബിളിലുണ്ടായിരുന്ന അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. ഇനി വരുന്ന ലിമിറ്റേഷൻ ആണ്, പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്തൊക്കെ. ടേബിളിലേക്ക് നോക്കിയാൽ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഇപ്പൊ തന്നെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ നോക്കിക്കോ. ഒന്നാമതൊരു പ്രശ്നം വരുന്നത് എവിടെയാണെന്നറിയോ? നമ്മളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഗ്രൂപ്പിൽ വെച്ചിരിക്കുന്നത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കോപ്പർ, റുബീഡിയം, സിൽവർ, സീഷ്യം, ഗോൾഡ്. ഇതൊക്കെയാണ് അതിന്റെ പേര് കേട്ടോ. ഹൈഡ്രജൻ നമുക്കറിയാം, ലിഥിയം നമുക്കറിയാം, സോഡിയം അറിയാം, പൊട്ടാസ്യം അറിയാം, കോപ്പർ അറിയാം. RB റുബീഡിയം എന്ന് പറഞ്ഞ എലമെന്റ് ആണ്, പേര് പഠിക്കൊന്നും വേണ്ട. അടുത്തത് AG സിൽവർ ആണ്, CS സീഷ്യം എന്ന് പറഞ്ഞ എലമെന്റ് ആണ്, AU ഗോൾഡ് ആണ്. ഓക്കെ, നമുക്കറിയാം ഒരേ ഗ്രൂപ്പിൽ വരുന്നതിന്റെ ഒക്കെ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കണം മുഫീദ? ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടി സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. സെയിം ആണ് ആവേണ്ടത്.
സെയിം ആണ് ആവേണ്ടത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണ് അല്ലേ? പക്ഷെ ബാക്കി എല്ലാവരും മെറ്റൽസ് ആണ്. സോഡിയവും പൊട്ടാസ്യവും കോപ്പറും സിൽവറൊക്കെ മെറ്റൽസ് ആണ്. ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണ്. ഒന്നാമത്തെ ഇഷ്യൂ. 2, കോപ്പർ സിൽവർ ഗോൾഡ് പോലുള്ളവരൊക്കെ ഹാർഡ് മെറ്റൽസ് ആണ്, കട്ടിയുള്ള മെറ്റൽസ് ആണ്. പക്ഷെ സോഡിയം നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അല്ലേ? ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്ന ഞാൻ കാണിച്ചിട്ടില്ലേ? സോഫ്റ്റ് മെറ്റലാ, ഹാർഡ് അല്ല, സോഫ്റ്റ് മെറ്റലാണ്. അപ്പൊ ഇങ്ങനെ പല പ്രോപ്പർട്ടി ഉള്ളവരൊക്കെ ഒരേ ഗ്രൂപ്പിൽ പെട്ടു എന്നുള്ളത് മെൻഡലീവിന്റെ ടേബിളിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ഈ ഹൈഡ്രജൻ നിലവിലിരിക്കുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലല്ലേ നിലവിലിരിക്കുന്നത് അല്ലേ? പക്ഷേ ഹൈഡ്രജന് നമ്മളുടെ 7ാമത്തെ ഗ്രൂപ്പായ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എന്നുള്ള ഗ്രൂപ്പിനെ കണ്ടോ? 7ാമത്തെ ഗ്രൂപ്പ് കണ്ടോ എല്ലാവരും? ആ ഗ്രൂപ്പുമായിട്ടും ഹൈഡ്രജന് ഒരുപാട് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഹൈഡ്രജന്റെ വാലൻസി 1 ആണ്, ക്ലോറിന്റെയും വാലൻസി 1 ആണ്. ഓക്കെ, ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണ്, ക്ലോറിനും ഒരു ഗ്യാസ് ആണ്. ഹൈഡ്രജൻ നോൺ മെറ്റൽ ആണ്, ക്ലോറിനും നോൺ മെറ്റൽ ആണ്. ഇങ്ങനെയുള്ള കുറേ സിമിലാരിറ്റി ഹൈഡ്രജൻ ആ ആൾക്കാരുമായിട്ടും എക്സിബിറ്റ് ചെയ്യും. അപ്പോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ എലമെന്റിനെ യഥാർത്ഥത്തിൽ ഇവിടെയും ഉൾപ്പെടുത്താൻ പറ്റില്ല, ഇവിടെയും ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ ഗ്രൂപ്പുമായി കുറെ സിമിലാരിറ്റി ഉണ്ട്, കുറെ ഡിഫറൻസ് ഉണ്ട്. ഈ ഗ്രൂപ്പുമായി കുറെ സിമിലാരിറ്റി ഉണ്ട്, കുറെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഹൈഡ്രജനെ എവിടെ കൊണ്ടുപോയി വെക്കും? ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് നമ്മളത് മോഡേൺ പീരിയോഡിക് ടേബിൾ ആ പ്രശ്നം പരിഹരിക്കും കേട്ടോ. ഞാൻ പിന്നീട് അത് പറയാം. രണ്ടാമത്തെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിഫറെന്റ് പ്രോപ്പർട്ടി, ഇപ്പൊ കോപ്പർ സിൽവർ ഗോൾഡിനൊക്കെ ഹാർഡ് ആണ്, മറ്റൊരു സോഫ്റ്റ് ആണ്. അപ്പൊ അത് ഒരേ ഗ്രൂപ്പിൽ വെച്ചത് വേറൊരു പ്രശ്നം. അടുത്തൊരു പ്രശ്നം കേട്ടോ, നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നല്ലേ പറഞ്ഞേ അല്ലെ? ദേ ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്, ശരിയല്ലേ? പക്ഷെ ചില സ്ഥലങ്ങളിൽ നോക്കി, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. അലൂമിനിയത്തിന് മാസ് കൂടുതലാണ് സിലിക്കണിനേക്കാൾ. അലൂമിനിയം വരേണ്ടത് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കൊബാൾട്ടിന്റെ കേസിലും ഈ പ്രശ്നമുണ്ട്. കൊബാൾട്ട് ആൻഡ് നിക്കൽ, ഈ രണ്ടുപേരും ഇങ്ങനെയാണ് വരേണ്ടത്. കണ്ടോ? ചില സ്ഥലങ്ങളിൽ മെന്റലീവ് മാസിന്റെ ഓർഡറിനെ പരിഗണിച്ചിട്ടില്ല. റീഡിയോ ഇനി ഇതിനേക്കാളൊക്കെ വലിയൊരു പ്രശ്നം വന്നു. എവിടെയാണെന്നറിയോ? ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നം വന്നത് when isotopes were discovered. എന്താ ഐസോടോപ്പ് എന്ന് പറഞ്ഞ? ഓർക്കണ്ടോ ഐസോടോപ്പ് ആരാന്ന്? ഐസോടോപ്പ് എനിവൺ? ഐസോടോപ്സ് ആരെങ്കിലും ഓർക്കണ്ടോ? അതായത് കുറവാണ്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. ഐസോടോപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? വർഷം മാത്രം ഇത്രയെങ്കിലും ഉണ്ട്, വാക്ക് കേട്ടിട്ടുണ്ട്. ശരി, സംഭവം എന്താണെന്ന് ഐഡിയ കിട്ടുന്നില്ല ആർക്കും? ഫാത്തിമ റഫീഖ്, സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആണ് തീർച്ചയായിട്ടും. അപ്പൊ എന്താ ഡിഫറെന്റ് ആവുക? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടിനേക്കാൾ കുറച്ചുകൂടെ കൃത്യം നമുക്ക് വേറൊരാളെ പറയാം. ആസിയ? അറ്റോമിക് നമ്പർ ആണ്, അതോ മാസ് ആണോ? അറ്റോമിക് മാസ്. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ they are different forms of an element or an atom with the same chemical property but different physical property or different atomic mass. For example ഞാൻ പറയാം, ക്ലോറിൻ. ഓക്കെ, ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം നമുക്ക് വളരെ പരിചയമുള്ള ആറ്റമാണ് ക്ലോറിൻ അല്ലെ? ഈ ക്ലോറിൻ ആറ്റത്തിന്റെ 2 ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ഒരു ഫോമിൽ ക്ലോറിന്റെ മാസ് 35ഉം മറ്റൊരു ഫോമിൽ ക്ലോറിന്റെ മാസ് 37ഉം. ക്ലോറിൻ എന്ന് പറഞ്ഞ ആറ്റത്തിന് തന്നെ ഡിഫറെന്റ് അറ്റോമിക് മാസ് ഉള്ള ക്ലോറിൻ ഉണ്ട്. സംഭവം ആള് ക്ലോറിൻ തന്നെയാണ്, പക്ഷെ അറ്റോമിക് മാസ് ഡിഫറെന്റ്. അതിന്റെ കൃത്യമായ റീസൺസ് ഉണ്ട് കേട്ടോ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ കാരണം വരുന്നത് ഈ ന്യൂട്രോണിന്റെ നമ്പറിൽ വരുന്ന ഡിഫറൻസ് ആണ് അതിന്റെ കാരണം. ആ ഒരു ഐഡിയയിലേക്ക് ഞാൻ പോകുന്നില്ല, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ചില ആറ്റംസിന് ചില ആറ്റംസിന്റെ കേസിൽ ആറ്റം സെയിം ആയിരിക്കും, പക്ഷെ അറ്റോമിക് മാസ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ വന്നവർക്ക് നമ്മൾ എന്ത് പേര് പറയാ? എന്തുപേര് പറയാ? ഐസോടോപ്സ് എന്ന പേര് നമ്മൾ വിളിക്കുന്നത് അത്തരം ആൾക്കാർക്കാണ്. ഓക്കെ, ഈ ഐസോടോപ്സ് കണ്ടുപിടിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയാം? നമ്മൾ മെന്റലീവിന്റെ പീരിയോഡിക് ലോയിൽ എന്താ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ മിൻഹ? മെന്റലീവിന്റെ പീരിയോഡിക് ലോ എന്താ നമ്മൾ പറഞ്ഞേ?
പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് മിൻഹ. സർ ഒന്നുകൂടി പറയോ? എന്തായിരുന്നു മെൻഡലീവിന്റെ പീരിയോഡിക് ലോ? പീരിയോഡിക് ലോയില് മറ്റേ ഓക്സിജനും അങ്ങനെ. മറിച്ചോക്ക് ഓക്സിജൻ ഹൈഡ്രജനല്ല, മറിച്ചോക്ക് വേഗം. മെൻഡലീവിന്റെ പീരിയോഡിക് ലോ എന്താണ്? മെൻഡലീവ്സ് പീരിയോഡിക് ലോ. എന്താ നമ്മൾ പീരിയോഡിക് ലോയിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ? മെൻഡലീവ്സ് പീരിയോഡിക് ലോ തന്നെയാ. Properties of elements are the periodic function of their atomic mass. Properties of elements are the periodic functions of their atomic mass. Atomic mass ആണ് പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത്. ഇവിടെ എന്താ പറ്റിയെന്ന് നോക്കി. ക്ലോറിന്റെ രണ്ട് ഫോം, ഒരാളെ ക്ലോറിൻ എ എന്നും മറ്റേ ക്ലോറിൻ ബി എന്നും വിളിക്കുവാടോ. ക്ലോറിൻ എയുടെ അറ്റോമിക് മാസ് അല്ല ക്ലോറിൻ ബിക്ക്. അറ്റോമിക് മാസ് മാറി. ഓക്കെ, അറ്റോമിക് മാസ് മാറിയാൽ മെൻഡലീവ് പറഞ്ഞതനുസരിച്ച് പ്രോപ്പർട്ടിയും എന്ത് ചെയ്യണം എന്നാസാല്? മാറണം. പ്രോപ്പർട്ടി മാറണം. കാരണം പ്രോപ്പർട്ടീസ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് മാസ് എന്നാ പറഞ്ഞേ. അപ്പൊ മാസിന് വ്യത്യാസം വന്നാൽ പ്രോപ്പർട്ടിക്കും വ്യത്യാസം വരണം. ബട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് ദീസ് ഫോംസ് ഓഫ് ക്ലോറിൻ ആർ സെയിം. കെമിക്കൽ പ്രോപ്പർട്ടിക്ക് ഒരു മാറ്റമില്ല. അറ്റോമിക് മാസ് 35 ഉള്ള ക്ലോറിനും അറ്റോമിക് മാസ് 37 ഉള്ള ക്ലോറിന്റെയും പ്രോപ്പർട്ടീസ് സെയിം ആണ്. അങ്ങനെ വന്നപ്പോ അറ്റോമിക് മാസ് അല്ല ഇതിന്റെ ബേസ് എന്ന കൺക്ലൂഷനിലേക്ക് സയന്റിസ്റ്റുകൾ എത്തി. കാരണം അറ്റോമിക് മാസ് ആണ് ബേസ് എങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ടുപേരെ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആവണം. കാരണം രണ്ടുപേരെ മാസ് ഡിഫറെന്റ് ആണ്. ബട്ട് സിൻസ് ദേ ഹാവ് ദ സെയിം പ്രോപ്പർട്ടി, the scientists at that time got the conclusion that atomic mass is not the fundamental property of an atom. Atomic mass അല്ല, വേറെ എന്തോ ആണ് ഇവന്റെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത്. ആ എന്തോ എന്താന്നുള്ളതാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. 1, ഡിഫറെന്റ് പ്രോപ്പർട്ടി ഉള്ളവൻ ഒരേ ഗ്രൂപ്പിൽ വന്നു. 2, ഹൈഡ്രജനെ എവിടെ കൊണ്ടുപോയി വെക്കണം എന്ന് ഐഡിയ ഇല്ല. 3, ഈ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഉള്ള സംഭവം ചില ആൾക്കാരുടെ കേസിൽ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അലൂമിനിയം മുമ്പിൽ കയറ്റി വെച്ചു, കൊബാൾട്ട് മുമ്പിൽ കയറ്റി വെച്ചു, അങ്ങനെ ചില പ്രശ്നങ്ങൾ. 4, ഐസോടോപ്സിനെ കണ്ടുപിടിച്ചതോടുകൂടി കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ പതിയെ 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 പ്രശ്നങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നു. ഹൈഡ്രജൻ എവിടെ വെക്കണ്ടേ? കൺഫ്യൂഷൻ. മറ്റേന്താ ചെയ്യേണ്ട? കൺഫ്യൂഷൻ. ഐസോടോപ്സോടെ വന്നപ്പോ കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. ഒരു രക്ഷയില്ല. നമുക്ക് ആ മോഡൽ പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ. അങ്ങനെയാണ് നമ്മൾ മെൻഡലീവിന്റെ മോഡലിനെ റിജക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോട്ട് ചെയ്യാം. ലിമിറ്റേഷൻസ് ഓഫ് മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷൻ. വായിച്ച ഫാത്തിമ പറയൂ. Electronic configuration of hydrogen resembles that of alkali metals. Like alkali metals, hydrogen combines with halogens, oxygen and sulfur to form compounds having similar formula, as shown in the example here. On the other hand, just like halogens, hydrogen also exists as diatomic molecules, and it combines with metals and non-metals to form covalent compounds. എന്താ പറയുന്നത് നോക്കിയേ. 1 സെക്കൻഡ്. അവിടെ ഹൈഡ്രജന്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. നോക്കിക്കോട്ടോ. അപ്പൊ ഹൈഡ്രജനെയും ആൽക്കലി മെറ്റലിലെ സോഡിയത്തെയും നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്യും, വാട്ടർ ഫോം ചെയ്യും. സോഡിയം ഓക്സിജനുമായി റിയാക്ട് ചെയ്യും, Na2 എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. ഹൈഡ്രജൻ ക്ലോറിനുമായി റിയാക്ട് ചെയ്യും, HCl ഫോം ചെയ്യും. സോഡിയം ക്ലോറിനുമായി റിയാക്ട് ചെയ്യും, NaCl ഫോം ചെയ്യും. അപ്പൊ ഹൈഡ്രജന്റെയും സോഡിയത്തിന്റെയും പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. വേറൊരു എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ സൾഫറുമായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യും, സോഡിയം സൾഫറുമായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പൊ സോഡിയം എങ്ങനെയാണോ ഓക്സിജനും ഹാലജനും സൾഫറൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുക, അതുപോലെ തന്നെയാണ് ഹൈഡ്രജനും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഹൈഡ്രജന്റെയും സോഡിയത്തിന്റെയും പ്രോപ്പർട്ടി ഏകദേശം ഒരുപോലെയാണ് എന്ന് നമുക്ക് തോന്നും. ശരിയല്ലേ? ഇനി നേരെ നോക്കിക്കോട്ടോ. ഓൺ ദ അതർ ഹാൻഡ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള് ഒരു നോൺ മെറ്റൽ ആണ് അല്ലെങ്കിൽ ഒരു ഗ്യാസ് ആണ്. ക്ലോറിനും ഒരു നോൺ മെറ്റൽ ആണ് അല്ലെങ്കിൽ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്, ക്ലോറിനും ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. അതായത് രണ്ടുപേരും ഒരുമിച്ച് കൂടിയാണ് ഇതുമാതിരി കോമ്പൗണ്ട് ഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഒരേ സമയം സോഡിയവുമായിട്ട് കുറെ സിമിലാരിറ്റി ഉണ്ട്, സോഡിയവുമായിട്ട് കുറെ ഡിഫറൻസ് ഉണ്ട്. ക്ലോറിനുമായിട്ട് കുറെ സിമിലാരിറ്റി ഉണ്ട്, ക്ലോറിനുമായിട്ട് കുറെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്താ പ്രശ്നം? ഗ്രൂപ്പ് 1-ലുമാണ് ഉൾപ്പെടുത്താൻ പറ്റില്ല, ഗ്രൂപ്പ് 7-ലും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, ഒരു കൂട്ടത്തിലും കൂട്ടാൻ പറ്റാത്ത കുറെ ടീമുണ്ടോ. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഹൈഡ്രജൻ.
ഇവൻ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഈ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ കുറെ സിമിലാരിറ്റി ഉണ്ടെങ്കിലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അപ്പുറം ചെല്ലുമ്പോൾ കുറെ സിമിലാരിറ്റി ഉണ്ടെങ്കിലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല, അവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ ഇഷ്യൂ. ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, രണ്ടാമത്തിലേക്ക് നമ്മൾ പോവാം. പതിവ് പറഞ്ഞു വായിച്ചു ബാക്കി. Certainly, no fixed position can be given to hydrogen in the periodic table. This was the first limitation of Mendeleev's periodic table. He could not assign a correct position to hydrogen in his table. Isotopes were discovered long after Mendeleev had proposed his periodic classification of elements. Let us recall that isotopes of an element have similar chemical properties but different atomic masses. Thus, isotopes of all elements posed a challenge to Mendeleev's periodic law. Another problem was that the atomic masses do not increase in a regular manner in going from one element to the next. So it was not possible to predict how many elements could be discovered between two elements, especially when we considered the heavier elements. അത് മറ്റൊരു പോയിന്റ് ആണ്, ഞാൻ പറയാൻ വിട്ടുപോയ പോയിന്റ് ആണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ 3 ലിമിറ്റേഷൻ കൃത്യമായി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അഡ്രസ് ചെയ്യുന്ന ഒന്ന് ഹൈഡ്രജന്റെ പൊസിഷൻ ആണ്, 2 ഐസോടോപ്പ്. കൃത്യമായിട്ട് അവിടെ പറഞ്ഞു ഐസോടോപ്പിന് കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആണ്, മാസ് ഡിഫറെന്റ് ആണ്. ഇതാണ് ഐസോടോപ്പിന്റെ പ്രശ്നം. ഡെഫിനിഷൻ അവിടെ കിടപ്പുണ്ട്, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഐസോടോപ്പ് ഓഫ് എൻ എലമെന്റ് ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടി ബട്ട് ഡിഫറെന്റ് അറ്റോമിക് മാസസ്. പേജ് നമ്പർ 84 ലാസ്റ്റ് സെന്റൻസ്. അതാണ് ഐസോടോപ്പിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ ഐസോടോപ്പ് കണ്ടുപിടിച്ചപ്പോ മാസ് ഡിഫറെന്റ് ആണ്, പ്രോപ്പർട്ടി സെയിം ആണ്. പക്ഷെ മെന്റലീവ് പറഞ്ഞത് മാസ് മാറിയാൽ പ്രോപ്പർട്ടി മാറും. അപ്പൊ മെന്റലീവ് പീരിയോഡിക് ലോനെ വയലേറ്റ് ചെയ്തു ഐസോടോപ്സിന്റെ കണ്ടെത്തൽ. മൂന്നാമത്തെ പ്രശ്നം നമ്മൾ പറഞ്ഞത് എലമെന്റ്സിന്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട്. നമ്മൾ പറഞ്ഞു മെന്റലീവിന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഐഡിയ കിട്ടിയത് എവിടെന്നാ നമ്മൾ പറഞ്ഞേ, ഈ അറ്റോമിക് മാസ് തമ്മിലുള്ള ഗ്യാപ്പ് വെച്ചിട്ടാണ് അല്ലെ. അങ്ങനെ പോകുമ്പോൾ വിഷയം എന്താ പറയുക, നിങ്ങൾ നോക്കി, നമ്മള് ഹെവിയർ എലമെന്റ്സിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ബോറോണിന്റെ മാസ് 10.8 ആണ്. 10.8 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 11 സപ്പോസ് ചെയ്യാം, ഒരു അപ്രോക്സിമേറ്റ്ലി 11 എന്ന് പറയാം. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. അപ്പൊ ബോറോണും കാർബണും തമ്മിൽ അറ്റോമിക് മാസ് 1ന്റെ ഡിഫറൻസേ ഉള്ളൂ, ശരിയല്ലേ? 11 നേരെ 12. ഇനി ബെറീലിയത്തിന്റെ അറ്റോമിക് മാസ് 9 നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പൊ ഇനി ഇതിനിടയ്ക്ക് 10 ഉള്ള ഒരാളെ കണ്ടുപിടിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ? കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. ഓക്കെ, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കി, ഇവിടെ ഒരുത്തന്റെ അറ്റോമിക് മാസ് വന്നിരിക്കുന്നത് 184, അടുത്ത ആളുടെ 194. അറ്റോമിക് മാസ് 10ന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മോളിൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് 10 വരെ കണ്ടുപിടിക്കണം അല്ലെ. കൃത്യമായൊരു ഓർഡർ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിന് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ആദ്യം നോക്കുക 1, പിന്നെ 6, പിന്നെ 9, പിന്നെ 10, 12, 14, 16, പിന്നെ 19, പിന്നെ 23. ഒരു ഇറഗുലർ ഓർഡറിലാണ് അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്, ശരിയല്ലേ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് പോകുമെങ്കിൽ നമുക്ക് പണി എളുപ്പമായിരുന്നു. എങ്ങനെ? ഒന്നാമത്തെ ആളുടെ മാസ് 1, രണ്ടാമന്റെ 2, മൂന്നാമന്റെ 3, നാലാമന്റെ 4, ഇനി ഒരാൾ ഇല്ല 6, 7. ഇങ്ങനെ നമുക്ക് കൃത്യം പറയും ഇവിടെ ഒരുത്തനുണ്ട്. പക്ഷെ ഇങ്ങനെ കൃത്യമായ ഒരു റെഗുലർ ഓർഡറിലല്ല അറ്റോമിക് മാസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ in future how many atoms will be discovered or how many elements will be discovered എന്ന് കൃത്യമായ ഒരു ആൻസർ പറയാൻ പറ്റില്ല. റെഡിയോ? ഇതൊക്കെയാണ് മെന്റലീവിന്റെ ടേബിളിന്റെ പ്രധാന പ്രശ്നങ്ങൾ കേട്ടോ. അപ്പൊ എഴുതി വെച്ചോ, ലിമിറ്റേഷൻസ് ഓഫ് മെന്റലീവ്സ് ക്ലാസിഫിക്കേഷൻ. ലിമിറ്റേഷൻസ് ഓഫ് മെന്റലീവ്സ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത്, he could not place hydrogen. He could not place hydrogen. He could not place hydrogen. He could not place hydrogen in the periodic table. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷനിൽ എന്താ വിഷയം എന്നുള്ളത് നിങ്ങൾ ഓർത്തിരുന്നോട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ 2 പാരഗ്രാഫാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഹൈഡ്രജന് ആൽക്കലി മെറ്റൽസുമായി കുറെ സിമിലാരിറ്റി ഉണ്ട്, കുറെ ഡിഫറൻസ് ഉണ്ട്. അതേ ഹൈഡ്രജന് ഹാലജനുമായി കുറെ സിമിലാരിറ്റി ഉണ്ട്, കുറെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആൽക്കലി മെറ്റലിലും പെടുത്താൻ പറ്റില്ല, ഹാലജനിലും പെടുത്താൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നം അവിടെ വന്നു. ഓക്കെ, ശരി. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് എഴുതിക്കോ.
discovery of isotopes. Discovery of isotopes was a challenge to Mendeleev's periodic law. Was a challenge to Mendeleev's periodic law. രണ്ട് പോയിന്റ് മതി. വേണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ അറ്റോമിക് മാസിന്റെ കേസ് കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. The increase in atomic mass of elements, was not in a regular manner. Was not in a regular manner. ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായും we rejected Mendeleev's periodic table and we moved to another periodic table. അനദറിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത വേഗം പെട്ടെന്ന് ഒരു ആൻസർ ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. ടൈം കളയരുതേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. പൊട്ടാസ്യം, കാർബൺ, അലൂമിനിയം, സിലിക്കൺ, ബേരിയം, ഈ ആൾക്കാരെ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിലേക്ക് നോക്കുക. എന്നിട്ട് അവരുടെ ഓക്സൈഡിന്റെ ഫോമുല എഴുതുക. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ടേബിളിൽ കിടപ്പുണ്ട്. നേരെ നോക്കി ഓക്സൈഡിന്റെ ഫോമുല എടുത്ത് എഴുതിയാൽ മാത്രം മതി, വേറൊന്നുമില്ല. പെട്ടെന്ന് നോക്കി എലമെന്റ് നോക്കുക, നേരെ ഫോമുല എഴുതുക. നിസ്സാര പണിയുള്ളൂ. സ്പീഡാവട്ടെ. ഒന്ന് പറഞ്ഞ കേക്കട്ടെ, ഫോമുല എങ്ങനെയാ വരിക എന്നുള്ള. ആശിഷേ, പൊട്ടാസ്യത്തിന്റെ ഫോമുല എന്നുള്ള വരിക? ആശിഷ്, ആശിഷ് മാത്യു, എന്താണ് പൊട്ടാസ്യത്തിന്റെ കേസിലെ ഫോമുല വരാതെന്ന് പറഞ്ഞ കേക്കട്ടെ. ഫസലേ, നീ ഏത് ടേബിളാണ് ആശിഷ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ ടേബിളൊന്നും അല്ല ഈ പറഞ്ഞ സംഗതി. നീ എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫസൽ? K2O, പൊട്ടാസ്യം ദേ കിടക്കുന്ന ആളാണ്. ഇതാണ് പൊട്ടാസ്യം. പൊട്ടാസ്യം കിടക്കുന്ന കോളത്തിന്റെ ഓക്സൈഡ് ഫോമുല R2O എന്നാണ്. സോ K2O. അടുത്തത് ഒന്ന് പറയാം. നെക്സ്റ്റ് വൺ കേക്കട്ടെ സഫീലെ. കാർബണിന്റെ കേസ് എങ്ങനെ വരിക? CO2. കാർബൺ കിടക്കുന്ന കോളം നോക്കുക. ഇവിടെയാണ് കാർബൺ. ആ കോളത്തിലെ ഫോമുല RO2 എന്നാണ്. സോ ദിസ് CO2. അടുത്തവൻ അലൂമിനിയം. അലൂമിനിയം എന്തിതാ? അലൂമിനിയം Al2O3. അലൂമിനിയം കിടക്കുന്നത് R2O3യിലാണ്. Al2O3. സിലിക്കന്റെ കേസ് എന്താ വരിക? സിലിക്കൺ ഫൈഷാനു. സിലിക്കൺ നോക്കടാ, ടേബിൾ നോക്കടാ. സിലിക്കൺ എവിടെയാണ്? അവൻ ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പിൽ എന്താണ് അവസ്ഥ നോക്ക്. നോക്കാതെ കിട്ടുന്ന എങ്ങനെയാ? മരിയ ഒന്ന് പറയാം, സിലിക്കന്റെ എന്താ അവസ്ഥ? RH3 ഹൈഡ്രേറ്റാ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാ ആദ്യം. മരിയ, SiO2 സിലിക്കൻ ദൈ കിടക്കുന്ന ആളാണ്.
സിലിക്കണിന്റെ റെസ്പെക്റ്റീവ് കോളത്തിലെ ഫോർമുല RO2 ആണ്. സോ SiO2. ലാസ്റ്റ് വൺ ബേരിയം, Ba, ബേരിയം. എങ്ങനെ ബേരിയത്തിന്റെ ഫോർമുല വരുമെന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ബേരിയം അബ്ദുൽ ഖഹാർ. BaO. BaO. ഇവിടെയാണ് ബേരിയം. ഈ കിടക്കുന്ന ആളാണ് ബേരിയം. Ba. ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പിൽ RO ആണ് ഫോർമുല. BaO എന്നുകൊണ്ട് ഫോർമുല പറഞ്ഞോ. ഈ അലുമിനിയത്തിന്റെ ഒരു പ്രാവശ്യം കൊടുക്കുന്നു. അലൂമിനിയത്തിന്റെ ഒരു പ്രാവശ്യം കൂടെ പറയണം. അലൂമിനിയം തേക്ക് കിടക്കുന്ന ആളാണ്. അലൂമിനിയം ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പ് ഈ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ ഫോർമുല R2O3 എന്നാണ്. സോ അലൂമിനിയം വരുമ്പോ Al2O3. ഓക്കെ, സെക്കൻഡ് വൺ. സെക്കൻഡ് ഒക്കെ പെട്ടെന്ന് എഴുതാം. ബിസൈഡ്സ് ഗാലിയം വിച്ച് അതർ എലമെന്റ് ഹാവ് സിൻസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് വർ ലെഫ്റ്റ് ബൈ മെൻഡലീവ്. ഗാലിയം കൂടാതെ വേറെ ആരൊക്കെയാണ് കണ്ടുപിടിച്ചത്? ആരൊക്കെയായിരുന്നു ബാക്കി? ഗാലിയം അല്ലാതെ Germanium, scandium. Germanium and scandium. What were the criteria used by Mendeleev in creating his periodic table? എന്തൊക്കെയാ criteria ഹന്ന സാലി? He considered chemical property along with the increasing order of atomic masses. He considered chemical properties along with increasing order of atomic masses. വേണേ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. He also considered the formula of the compound formed by elements with the hydrogen and oxygen. അല്ലെങ്കിൽ formula of hydrates and oxides എഴുതിയാലും മതി. He also considered the formula of hydrides and oxides. അതാണ് കെമിക്കൽ പ്രോപ്പർട്ടിയെ കൺസിഡർ ചെയ്യുന്നതിന്റെ മീനിങ് ഉണ്ടോ? Last question. Why do you think the noble gases are placed in a separate group? നിലവിലുള്ള ഗ്രൂപ്പിൽ ഒന്നും പെടുത്താതെ അവനെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി നിർത്താൻ കാരണം എന്താണ്? പറയാം ആയിഷ. Since noble gases won't react to anything, Mendeleev's table consists of reacting between oxygen and hydrogen. It is needed to സെപ്പറേറ്റ് ചെയ്യേണ്ട വരും തീർച്ചയായിട്ടും. കാരണം നോബൽ ഗ്യാസസും മറ്റാരുമായി റിയാക്ട് ചെയ്യില്ല. ഓക്സിജനും ഹൈഡ്രജനുമായിട്ടൊന്നും ഇപ്പൊ നമുക്ക് നിലവിലുള്ള 8 ഗ്രൂപ്പിലുള്ള ഫോർമുലാസ് ഒന്നും തന്നെ നോബൽ ഗ്യാസ് സാറ്റിസ്ഫൈ ചെയ്യില്ല. Okay, so owing to its low reactivity, it does not form compounds with oxygen and hydrogen and hence cannot be placed in any other groups in the table. നിലവിലുള്ള ഒരു ഗ്രൂപ്പിൽ നമുക്ക് അതിനെ പെടുത്താൻ പറ്റില്ല. Noble gases cannot be placed in any of the groups present in Mendeleev's periodic table because since they are less reactive, they will not form compounds with oxygen and hydrogen. അതുകൊണ്ട് നിലവിലുള്ള സ്പേസിലൊന്നും നമുക്ക് അവനെ ഉൾപ്പെടുത്താൻ ഓപ്ഷൻ ഇല്ല. കംപ്ലീറ്റ് ആയോ? ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ ലാസ്റ്റ് കേസിലേക്ക് വരുന്നു. മേക്കിംഗ് ഓർഡർ ഔട്ട് ഓഫ് കെയോസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇന്ന് നമ്മൾ പഠിക്കുന്ന, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന, ഇന്ന് നമ്മൾ കാണുന്ന പേജ് നമ്പർ 86 കൊടുത്തിട്ടുള്ള മോഡേൺ പീരിയോഡിക് ടേബിൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ജസ്റ്റ് ഒരു കോളം അല്ലെങ്കിൽ ബോയ്തായിട്ട് വരയ്ക്കാതെ ഒരു പ്രത്യേക രീതിയിലാണ് ടേബിൾ ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 86 കൊടുത്തിരിക്കുന്ന ടേബിൾ എടുത്ത് എല്ലാവരും ഒന്ന് നെക്സ്റ്റ് പേജിലെ അതില് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിനെ ഒന്നാമത്തെ ഗ്രൂപ്പ്, അതായത് ലിഡിയത്തിന്റെ കൂടെ ചേർത്ത് വെച്ചേക്കാണോ ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കാം? ഹൈഡ്രജന്റെ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, ഹൈഡ്രജൻ ഉൾപ്പെടുത്തിയേക്കുന്ന സ്ക്വയർ അല്ലേ, അത് ലിഥിയത്തിന്റെ ഒപ്പം ചേർത്ത് ബാക്കിയുള്ളവരെല്ലാം 1 സ്ക്വയർ നിയർ ടു അല്ലെങ്കിൽ ബിസൈഡ് ഓഫ് ദ അതർ വൺ, അങ്ങനെ ചേർത്താ വെച്ചേക്കുന്നത് അല്ലെ? ഹൈഡ്രജനെ ചേർത്താണോ വെച്ചേക്കുന്നത്, അത് ഒരിത്തിരി മാറ്റിയാണോ വെച്ചേക്കുന്നത്? ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ? ചേർത്ത് വെച്ചേക്കുന്ന ടെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഹൈഡ്രജനെ ചേർത്ത് വെച്ചേക്കുന്ന ഏതെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. വീഡിയോ കേട്ടോ, അറിയാൻ വേണ്ടി മാത്രമാണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ആരെയും പ്രശ്നമില്ല.
ഓക്കെ 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 ഫൈൻ. അപ്പൊ നിങ്ങൾ നോക്കി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ എന്ന് നോക്കി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് കണ്ടോ? 1 സെക്കൻഡ്. ഇവിടെ നിങ്ങൾ ഈ ഹൈഡ്രജനും ലിഥിയവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവരെ കറക്റ്റ് ഇങ്ങനെ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ചേർന്നിരിക്കുകയാണോ അതോ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ? ഇതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളുടെ ടേബിളിൽ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ലിഥിയം ഈസ് ദർ എ സ്മോൾ ഗ്യാപ്പ് ഓർ ഈസ് ഇറ്റ് കണ്ടിന്യൂവസ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എല്ലാവരും ടേബിളിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലേ? എവരി വൺ? ഓക്കെ ഫൈൻ, അങ്ങനെ പിന്നെ പ്രശ്നമില്ല, പോട്ടെ. ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാലേ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, കണ്ടിന്യൂസ് ആയിരുന്നു. ഹൈഡ്രജന്റെ തൊട്ട് താഴെ ലിഥിയം ചേർത്ത് വെച്ചേക്കുന്നു, അതിൽ സോഡിയം പൊട്ടാസ്യം ഒക്കെ ആയിരുന്നു. പുതിയതിലാണ് ഗ്യാപ്പ് ഉള്ളത്. ഇനി പുതിയ മോഡൽ അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തി ഹൈഡ്രജനെ സെപ്പറേറ്റ് കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് മാറ്റി വെച്ചിട്ടൊക്കെ വരുന്നുണ്ട്. പോട്ടെ, അറിയാൻ വേണ്ടി ചോദിക്കുന്നുള്ളൂ കേട്ടോ. മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വരുമ്പോൾ ഇതുവരെ നമ്മളുടെ ക്ലാസിഫിക്കേഷന്റെ ബേസ് ആയിരുന്ന സംഗതി പൊളിയാണ്. നമ്മൾ ഡൊബർണിയറിന്റെയും ന്യൂലാൻഡിന്റെയും മെന്റലീവിന്റെ ഒക്കെ ടേബിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലായിടത്തും ഏതിന്റെ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്? എല്ലായിടത്തും മിറ ഫാത്തിമ? അറ്റോമിക് മാസ് ആണ്. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ പരിഗണിച്ച്, ഈ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ പരിഗണിച്ച് വന്നപ്പോഴാണ് ഐസോടോപ്പിനെ പോലുള്ള കുറെ ആൾക്കാർ ഒന്ന് കുഴപ്പമുണ്ടാക്കിയത് അല്ലെ? അതുകൊണ്ട് ഇനി മോഡേൺ പീരിയോഡിക് ടേബിളില് ശ്രദ്ധിച്ചു കേട്ടോ, ഇൻസ്റ്റെഡ് ഓഫ് അറ്റോമിക് മാസ് we arrange elements in the increasing order of atomic number. അറ്റോമിക് മാസിന് പകരം അറ്റോമിക് നമ്പർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ശരിക്കും ആ ഒരു കൺക്ലൂഷനിലൊക്കെ എത്തിയതിന് പിന്നിൽ വലിയ റിസർച്ച് ഉണ്ട്. ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ എക്സ്റേ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ സിലബസിൽ പറയുന്നില്ല, അതുകൊണ്ട് പിന്നെ അതിന്റെ പുറകെ പോകുന്നില്ല. ഈവൻ ഹെൻറി മോസ്ലിയുടെ പേര് പോലും, ആ പേര് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ അതിന്റെ മെത്തഡോളജി എന്താണെന്നൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല കേട്ടോ. 1913 ഏകദേശം 108 വർഷം മുമ്പാണ് ഈ പറഞ്ഞ കണ്ടുപിടുത്തം അദ്ദേഹം നടത്തിയത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു അറ്റോമിക് മാസിനേക്കാൾ നല്ലത് അറ്റോമിക് നമ്പറിന്റെ ബേസിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതാണ്. So there arises a question, what do you mean by atomic number? എന്താ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞ അബാന? അറ്റോമിക് നമ്പർ കേട്ടില്ല, ഡെഫിനിഷൻ അറിയില്ല. ഒരു ആറ്റത്തിന് എന്തൊക്കെ പാർട്ടിക്കിൾസ് ഒരു ആറ്റത്തിന്റെ കൂടെ ഉള്ള ആറ്റം വരയ്ക്കുമ്പോൾ an atom consists of ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഒരു ആറ്റത്തിന്റെ കയ്യിലുള്ള. ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. ഒരു ആറ്റം നമ്മൾ എടുത്താൽ അവന്റെ കയ്യിൽ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോൺസ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ ആൾക്കാരുണ്ട്. ഈ രണ്ടുപേരെയും കൂടാതെ ന്യൂട്രോൺ എന്ന് പറഞ്ഞ് മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? അനന്യ, ചാർജ് ഓഫ് ഇലക്ട്രോൺ? അനന്യ കേൾക്കുന്നില്ല. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? അനന്യ ഞാൻ കേട്ടില്ല, സോറി. നെഗറ്റീവ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താ മിഷാലെ? ചാർജ് ഓഫ് പ്രോട്ടോൺ പോസിറ്റീവ് ആണ്. വാട്ട് അബൌട്ട് ദ ചാർജ് ഓഫ് ന്യൂട്രോൺ ആലിയ? ചാർജ് ഇല്ലല്ലോ. ചാർജ് ഇല്ല. നമ്മൾ ഇലക്ട്രോണിനെ E- എന്നും പ്രോട്ടോണിനെ P+ എന്നും ന്യൂട്രോണിനെ NU0 എന്നൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. 0 എന്ന് കാണിക്കാൻ കാരണം ചാർജ് ഇല്ല എന്നുള്ള അർത്ഥത്തില NU0 എന്നൊക്കെ കാണിക്കും. ഡാൻസ് പറഞ്ഞുള്ളൂ. ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആർക്കെല്ലാം ഡിഫൈൻ ചെയ്യാം അറ്റോമിക് നമ്പർ എന്താന്ന്? Atomic number of protons. Number of protons. Atomic number of an atom denotes the number of protons in the atom. പക്ഷെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്ന ആള് മറ്റൊരാളോട് ഈക്വൽ ആണ്. ആരോടാ?
Number of protons is same as number of Electrons. electrons. അപ്പോൾ അറ്റോമിക് നമ്പറിനെ വേണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്നും പറയാം. ഓക്കെ, ഇനി അടുത്തൊരാളുണ്ട്, അവന്റെ പേര് മാസ് നമ്പർ എന്നാണ്. മാസ് നമ്പർ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് മാസ് നമ്പർ? എനിവൺ? മാസ് നമ്പർ ഓർക്കല്ല? ശരി, മാസ് നമ്പർ എന്ന് പറയുന്നത് വലിയ ആവശ്യമൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഇതിന്റെ കൂടുതൽ ഞാൻ പറയുന്നു. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇത് സം ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺ. നമ്മൾ മാസ് നമ്പർ എന്ന് പറയാം കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഈ എലമെന്റ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പീരിയോഡിക് ടേബിളിൽ കൊടുത്തിരിക്കുന്ന രീതിയിലല്ല, അല്ലാതെ നമ്മൾ ഒരു എലമെന്റിനെ കണ്ടു കഴിയുമ്പോൾ ആ എലമെന്റിന്റെ ഇങ്ങനെയാണ് സാധാരണ എലമെന്റിന്റെ നെയിം എഴുതാറുള്ളത്. എക്സ് എ ഇസഡ്, ഇങ്ങനെ ഒരു എലമെന്റ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാം. എക്സ് എ ഇസഡ്. ഈ എക്സ് എ ഇസഡ് എന്നുള്ള സിമ്പൽ എന്താന്ന് വെച്ചാൽ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് സിമ്പൽ ഓഫ് ദ ആറ്റം, സിമ്പൽ ഓഫ് ദ എലമെന്റ്. എ ഡിനോട്ട് ചെയ്യുന്നത് അവന്റെ മാസ് നമ്പർ, ഇസഡ് ഡിനോട്ട് ചെയ്യുന്നത് അവന്റെ അറ്റോമിക് നമ്പർ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കാർബണിന്റെ കേസ് നമ്മൾ ഇങ്ങനെ എഴുതാം, C612 ഇങ്ങനെ എഴുതാം. കാർബൺ സിമ്പലാണ് സി എ, 6 അവന്റെ അറ്റോമിക് നമ്പർ, 12 അവന്റെ മാസ് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ 6 ആയാൽ അവന്റെ കയ്യിൽ 6 പ്രോട്ടോൺ ഉണ്ട്, 6 ഇലക്ട്രോണും ഉണ്ട്. മാസ് നമ്പർ 12 എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സം ആണ് 12. 6 പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് അവിടെ 6 ന്യൂട്രോണും ഉണ്ടാവും. ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഇങ്ങനെ. ഇപ്പോൾ ലിഥിയം ഫോർ എക്സാമ്പിൾ, ലിഥിയത്തിന്റെ സിമ്പിൾ നമ്മൾ ഇങ്ങനെയാണ് ലിഥിയത്തിനെ റെപ്രസെന്റ് ചെയ്യുക, Li37. Li37 എന്ന് പറഞ്ഞാൽ ലിഥിയത്തിന്റെ സിമ്പൽ ആണ് Li. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് 3, ലിഥിയത്തിന്റെ മാസ് നമ്പർ ആണ് 7. അപ്പൊ ഇവന്റെ കയ്യില് 3 പ്രോട്ടോൺ ഉണ്ടാവും, 3 ഇലക്ട്രോൺ ഉണ്ടാവും. എത്ര ന്യൂട്രോൺ ഉണ്ടാവുക ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ അർഫാസ്, എത്ര ന്യൂട്രോൺ ഉണ്ടാവും? 37 ആണ് ഞാൻ പറഞ്ഞെങ്കിൽ. എത്ര ന്യൂട്രോൺസ് ഉണ്ടാവും? 37 ആണെങ്കിൽ ക്ലാസ്സിലല്ലാത്തതിനാണ് ഡൗട്ട് തന്നെ. 37 എത്ര ന്യൂട്രോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞേ ഫായിസേ? 10. 7 3 10 ന്യൂട്രോൺ. കൃത്യമായി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നതിന്റെ കുഴപ്പം. സഫീൽ എത്ര ഉണ്ടാവും അവിടെ? 2 അതും പ്രശ്നമാണ്. എത്ര ഉണ്ടാവും ആയിഷ? 4 ഉണ്ടാവും. കാരണം ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും സമ്മാണ് മാസ് നമ്പർ. പ്രോട്ടോൺ 3 എണ്ണമാണ്. അപ്പൊ അവിടെ മാസ് നമ്പർ വരിക, നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരിക 4 എന്നാണ്. ഓക്കെ, അപ്പോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ ഒരു ആറ്റത്തിന് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണത്തിനാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയാ. ഹെൻറി മോസ്ലി കണ്ടെത്തി, അല്ലെങ്കിൽ ഹെൻറി മോസ്ലി പ്രപ്പോസ് ചെയ്തു, ഒരാറ്റത്തിന്റെ പ്രോപ്പർട്ടി യഥാർത്ഥത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവന്റെ അറ്റോമിക് മാസിനെ അല്ല, അറ്റോമിക് നമ്പറിനെയാണ്. അറ്റോമിക് നമ്പറിനെ നമുക്ക് കൃത്യമായി അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻ എലമെന്റ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിനാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയാം. മോഡേൺ പീരിയോഡിക് ലോ മെന്റലീവ് പീരിയോഡിക് ലോയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റ വ്യത്യാസമുള്ളൂ കേട്ടോ. മെന്റലീവ് പറഞ്ഞത് എന്തായിരുന്നു ഫാത്തിമ പർവീൻ? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ഫാത്തിമ പർവീൻ. മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോ എന്താ? അറ്റോമിക് മാസ്. പ്രോപ്പർട്ടി ഓഫ് എലമെന്റ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് അറ്റോമിക് മാസ്. മോഡേൺ പീരിയോഡിക് ലോയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും പ്രോപ്പർട്ടി ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഒറ്റ ആൾക്കാർ വ്യത്യാസമുള്ളൂ, ബാക്കി സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ. അപ്പം മെന്റലീവ് പറഞ്ഞു പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് അറ്റോമിക് മാസ്.
ഇവിടെ നമ്മൾ പറയുന്നു പ്രോപ്പർട്ടി ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് അറ്റോമിക് നമ്പർ. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഓക്കെ, ശരി, താഴേക്ക് നോക്കി വായിച്ചോ. അതന്നെയാ in 1913. വോയിസ് ഒട്ടും ഓഡിബിൾ അല്ല അനന്യ, എവിടെയോ പ്രശ്നമുണ്ടല്ലോ. ആയിഷ ഒന്ന് വായിച്ചേ. In 1913, Henry Moseley showed that the atomic number, symbolized as C, of an element is more fundamental property than its atomic mass. Accordingly, Mendeleev's periodic table law was modified and atomic number was adopted as the basis of modern periodic table, and the modern periodic law can be stated as follows. Properties of elements are a periodic function of their atomic number. Properties of elements are the periodic function of atomic number. നോട്ട് ചെയ്ത് വെച്ചോ. പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സംഗതിയാണ് കേട്ടോ. മോഡേൺ പീരിയോഡിക് ലോയും മെൻഡലീവ്സ് പീരിയോഡിക് ലോയും. മെൻഡലീവ് പറഞ്ഞത് പീരിയോഡിക് ഫംഗ്ഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ അറ്റോമിക് മാസ്. ഇവിടെ പറഞ്ഞു അറ്റോമിക് നമ്പർ. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ പറയുക, നമ്മളിത് ലേറ്റർ ഇതിന്റെ ട്രാക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അറ്റോമിക് മാസ് എന്ന് പറയുന്നതിൽ കുറെ ഡെസിമൽ വാല്യൂ 14.9 അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ്, നമ്പറാണ്, ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ ഓഫ് ആൻ ആറ്റം ഈസ് 12.5 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് നമ്പറാണ്. 12.5 പ്രോട്ടോൺ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ കൃത്യം ഇൻഡിജർ വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യം അറിയാൻ പറ്റും. ഇനി ആരെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ, ഇതിനിടയിൽ ആരെങ്കിലും വരാനുണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. ആ ക്ലാസ് മീറ്റിൽ നമ്മൾ വരും കേട്ടോ, ഇല്ലായിട്ട് നമ്മൾ ആ ഡിസ്കഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് പറയാണ്, let us recall that atomic number gives us the number of proton in the nucleus. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് of an atom, and this number increases by 1 in going from one element to next. 1, 2, 3, 4 എന്ന് പറയുന്ന atomic number പോവാം. Elements when arranged with the increasing order of atomic number lead us to the classification known as modern periodic table. അപ്പൊ എന്താണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് അവിടെ പറഞ്ഞത്. ഈ എലമെന്റ്സിനെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. എന്നിട്ട് ടേബിൾ നെക്സ്റ്റ് പേജിലുണ്ട് കേട്ടോ, ടേബിൾ 5.6. Prediction of properties of elements could be made with more precision when elements were arranged on the basis of increasing atomic number. Atomic number base ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ കൃത്യമായിക്കൊണ്ട് നമുക്ക് ഈ പറ ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്താൻ പറ്റും എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നെക്സ്റ്റ് പേജിൽ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ കിടപ്പുണ്ട്, കണ്ടോ? ഓൾറെഡി നമ്മൾ നോക്കിയതാണ്, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറെ ഏരിയ ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ട്. താഴെ സെപ്പറേറ്റ് ഒരു 2 റോ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇല്ലേ. സാധാരണ ടേബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, കറക്റ്റ് റോയും കോളവും ഒക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അങ്ങനെ കൃത്യമായ റോ കോളം അറേഞ്ച്മെന്റ് അല്ല ഇവിടെ ഉള്ളത്, ശരിയല്ലേ? ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് കുറെ ഗ്യാപ്പ് കഴിഞ്ഞാണ് അങ്ങേടത്തൊരു ഹീലിയം കിടക്കുന്നത്. ഇനി ലിഥിയം ബെറീലിയം കഴിഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ബോറോൺ കിടക്കുന്നത്. താഴെ അതുപോലെ തന്നെ മഗ്നീഷ്യം കണ്ടിട്ട് വലിയൊരു ഗ്യാപ്പിന്റെ അപ്പുറമാണ് അലൂമിനിയം കിടക്കുന്നത്. പിന്നെ അങ്ങോട്ട് കറക്റ്റ് ഒരു ടേബിൾ പോലെ ഏകദേശം താഴേക്കുണ്ട് അല്ലെ. ഇനി ഇതിലൊന്നും പെടാതെ 2 ആൾക്കാരെ താഴെ സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ടുണ്ട്, ശരിയല്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യും ലേറ്റർ. തൽക്കാലം നമ്മൾ മോഡേൺ പീരിയോഡിക് ലോയിൽ കൊണ്ടുപോയി നിർത്തുന്നു. ഓക്കെ, റിമൈനിങ് ലേറ്റർ. മൺഡേ മിക്കവാറും നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആയിരിക്കും കേട്ടോ, ടൈമിങ് വരും. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.